വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ട്രെയിലർ റിയാക്ഷൻ ആയിട്ടാണ്. മലയാള സിനിമയാണ് ധീരൻ. അതെ, ഇത് ഡയറക്ട് ചെയ്തിട്ടുള്ളത് ദേവദാസ് ഷാജി എന്ന ഒരാളാണ്. പുള്ളി പക്ഷെ എനിക്ക് തോന്നുന്നത് അതിന്റെ കാസ്റ്റിംഗ് ആണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് തോന്നുന്നു. മെയിൻ ആൾക്കാരെല്ലാം ഉണ്ട്. ജഗദീഷ്, അശോകൻ, അതുപോലെ തന്നെ വിനീത്, മനോജ് കെ ജയൻ, രാജേഷ്, ഒരുപാട് ആൾക്കാരുള്ള ഒരു വലിയൊരു കാസ്റ്റ് ഉള്ള ഒരു സിനിമയാണെന്ന് തോന്നുന്നു. എന്റെ പോസ്റ്ററൊക്കെ അടിപൊളി പോസ്റ്റർ ആയിട്ടുണ്ട്. ഒരു വെറൈറ്റി സംഭവം. എനിക്കിന്നിപ്പോ എന്റെ ഇന്റർവ്യൂസ് ഒക്കെ വന്നു തുടങ്ങിയപ്പോഴേക്ക് അത് കണ്ടപ്പോഴാണ് മനസ്സിലായിട്ട് ട്രെയിലർ റിലീസ് ആയിട്ടുള്ളത്. അപ്പൊ ട്രെയിലർക്ക് റിയാക്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഏതായാലും അതിന്റെ സമയം കഴിഞ്ഞില്ല, നമുക്ക് ട്രെയിലർ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. നമ്മൾ ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ്. എൽദോസ് നമുക്കെല്ലാവർക്കും മാതൃകയാണ്. അവൻ ഈ നാടിന്റെ ധീരനാണ്. 12ാം വയസ്സിൽ ഞാൻ നാട്ടുകാർക്ക് ധീരനെ, ഒരു ധീരൻ. 30ാം വയസ്സിലും മയിരുന്നു. ചേട്ടൻ 90-100 മലയാറ്റൂർ പാലത്തിൽ പറപ്പിക്കുന്നത് കാണാൻ ഒരു രക്ഷയില്ല. ഞാൻ അതിങ്ങനെ കണ്ടു നിൽക്കാറുണ്ട്. എൻ്റെ അപ്പൻ നാഴേക്ക് 40 തൊട്ട് എന്നോട് ഒറ്റ കാര്യം പറഞ്ഞോട്ടു: നിന്റെ കൊച്ചപ്പന്മാരെ നമ്പരുത്. ഇളയതൊരു തോൽവിയാണെങ്കിലും ഉപദ്രവമില്ല. അല്ല, ഞാനിങ്ങനെ വാട്ടർ അതോറിറ്റിയിൽ സാറേ അവന് കള്ളവാറ്റ. ആ കലവറ നിൽക്കണേ അയാളെ ലേഡീസിനെ അട്രാക്ട് പண்றதுக்கு செம்பகம் ഒരു ഒപ്പീനിയൻ. ആക്ച്വലി ഐ ആം എ സിംഗർ. ചേട്ടന്റെ മാസ്റ്റർ പീസ് ഏതൊക്കെയാ? ഫസ്റ്റിലത്തെ ഗണപതി ഭഗവാൻ, 4 തമിഴ്, പിന്നെ ഒരു അറബി. ഏത് നാട്ടിലായാലും എനിക്ക് ജീവിക്കാൻ എന്റെ വെൽഡിംഗ് മെഷീൻ മതി. തമിഴന്മാർ ഇടികൊണ്ടിട്ടാവും ആളൊന്ന് ചേർത്തിട്ടുണ്ട്. ഒരു പരച്ചെറ്റയാണ് ശരവണൻ. കോട്ടയിലെ ശരവണന് രാത്രിയൊന്നും പകലൊന്നും ഇല്ല. പട്ടാ ഷുവറാ. ഇനി ഒളിച്ചും പാത്ത് നിന്നിട്ട് കാര്യമില്ല, കേരടിച്ചോ. അവൻ ആരാ തനിക്കറിയോ? ധീരനക്ക് ധീരൻ. ഒരു രക്ഷയില്ലാത്ത ട്രെയിലർ, അടിപൊളിയുണ്ട്. മറ്റേ ജഗദീഷിന്റെ ഫുൾ ഗ്യാങ് ഫുൾ വൈബ് പെടാൻ തോന്നുന്നുണ്ട്. നമ്മളെ മൊത്തം എനിക്ക് മറ്റേ രാജേഷ് മാതാ തോന്നുന്നു നായകനായിട്ട് പുള്ളി സെൻട്രൽ ക്യാരക്ടർ തോന്നുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ പോയി അടിയുണ്ടാക്കുന്ന പോലെ തോന്നുന്നു. എനിക്ക് പുള്ളി ഒളിച്ചു കൊടുക്കുന്നത് എന്തോ തോന്നുന്നു. ധീരൻ ലെവലിൽ കൊച്ചമ്മമാരാണ് ഇവരെ ആൾക്കാരും തോന്നുന്നു. ഫ്രണ്ട്സും കൊച്ചമ്മമാരൊക്കെ ഏറ്റവും ആൾക്കാരാണ് അമ്മമാര്. അതെ, അമ്മമാരാണ് തോന്നുന്നു. എന്തായാലും കൊള്ളാം, നല്ല വൈബ് സാധനം. എന്തായാലും തിയേറ്ററിൽ കാണാനുള്ള എല്ലാ സാധനവും തിയേറ്ററിൽ പോക്ക് ഇനി കഷ്ടമായിരിക്കും, എന്നാലും നോക്കാം. പക്ഷെ ഇത് കൊള്ളാം, നല്ല ഒരു വൈബ് ട്രെയിലർ. എന്തായാലും അതെ, മനോജ് കെ ജയൻ, വിനീതിലൊക്കെ കുറെ സിനിമ ഇപ്പൊ എനിക്കൊന്ന് ലൂസി പാലിച്ചു ടപ്പ് ചെയ്തോളൂ. സിനിമയിൽ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. അതെ, എനിക്ക് ഫാസിലിന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. സത്യനന്ദിക്കാരൻ്റെ കൂട്ടത്തില് അത് ലാസ്റ്റ് അഭിനയിച്ചതാണ്. പുള്ളി അവസാനം കണ്ട അതിലാണെന്ന് തോന്നുന്നു. പക്ഷെ ഇതിലൊരു മറ്റേ പുള്ളിക്കാരൻ കാമ്പോജി വൈപ്പൊക്കെ അടിക്കുന്നത് ആ സിനിമയിലത്തതൊക്കെ. പക്ഷെ കൊള്ളാം, നല്ല രസമുണ്ട് സിനിമ കാണാൻ. ഒരു എന്റെ സോങ് അറിയില്ലെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് അത് റിയാക്ട് ചെയ്യാൻ നോക്കാം. അതും ചെയ്യാം. ഓക്കെ, അപ്പൊ വേറെ ഒന്നും പറയാൻ റിലീസ് എന്നാണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞ് കണ്ടില്ല, ട്രെയിലർ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. എന്തായാലും അടുത്ത റിലീസ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. രണ്ട് ഇന്റർവ്യൂസ് ഒക്കെ വന്ന് അത്യാവശ്യം വൈറലായി തുടങ്ങി, ക്ലിപ്സ് ഒക്കെ വന്നു തുടങ്ങി. അതെ, ആ ഒരു രസമുണ്ട്. മനോജ് കേജനായിട്ടുള്ള ഇന്റർവ്യൂസ് ഒക്കെ കുറച്ച് ക്ലിപ്സ് ഒക്കെ വന്നു തുടങ്ങി. അതിന്റെ രസമുണ്ട് കണ്ടിരിക്കുക. അപ്പൊ എന്തായാലും ട്രെയിലർ വന്നിട്ടുണ്ട്. അപ്പോ വേറെ ഒന്നും പറയാനില്ല. അപ്പൊ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. അതുവരെ ബൈ.